തകർന്നു കിടക്കുന്ന കോഴിക്കോട് കൊയിലാണ്ടി വടകര റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കി. കൊയിലാണ്ടി മുതൽ വടകരയുള്ള റോഡിന്റെ പ്രശ്നം മീഡിയ വൺ ഇന്ന് രാവിലെയും റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ നന്ദി ഭാഗത്ത് ഈ കൊയിലാണ്ടി വടകരയ്ക്ക് ഇടയ്ക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വലിയ സമരം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതേസമയം തന്നെ ഇവിടെ ഈ അപകടം ഒന്ന് ദേശീയപാതയുടെ വർക്ക് ഇഴഞ്ഞു നീങ്ങുന്നു, മറ്റൊന്ന് അതിന് പകരം ഓടേണ്ട റോഡുകൾ സമാന്തരമായി ഓടേണ്ട റോഡുകൾ അറ്റകുറ്റിപ്പണി നടത്തുന്ന സർവീസ് റോഡുകൾ കുണ്ടും കൂടിയാണ് അപകടം പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധമാണ്. ഇത് ഈ ദേശീയപാതയിലെ നന്ദി എന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വടകരയിലേക്ക് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇവിടെ റോഡ് ഉപരോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ ഗതാഗത കുരുക്കിലേക്ക് മാറും. അതിനതുകൊണ്ട് തന്നെ ആളുകൾ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. പോലീസ് സന്നാഹവുമായിട്ടുണ്ട്. ഒരു അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണുള്ളത്. ഈ അപകടങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ സർക്കാർ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. കാരണം 2 മരണങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതുവരെ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് യൂത്ത് ലീഗിന്റെ സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കും. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ പ്രക്ഷോഭത്തിലേക്ക് വരും. മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെയുണ്ടാകുന്ന സംവിധാനങ്ങൾ അയ്യൂര് മുതൽ കൊയിലാണ്ടി വരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഭരണാധികാരി വിഷയത്തിൽ നിസ്സംഗരാണ്. ഇതിന്റെ പരസ്പരം പഴിചാരുകയല്ലാതെ സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പൊതുമരാമത്ത് വകുപ്പാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ റിപ്പോർട്ടിന്റെ തുടർ ചർച്ചകളെ കുറിച്ച് റിവ്യൂ മീറ്റിംഗിനെ കുറിച്ച് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് റിവ്യൂ നടത്തിയിട്ടില്ല, ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സമരമുഖത്തോട് യൂത്ത് ലീഗിന് ചോദിക്കാനുള്ളത്. എല്ലാവരും നിസ്സംഗരാണ്. അപകടം ഇന്നലെ രാത്രി പോലും 11 മണിക്ക് ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. തുടർ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ബസ് സർവീസുകൾ നിർത്തുമ്പോൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഭരണാധികാരികൾ ഇടപെടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ ശാസ്ത്രീയതയെക്കുറിച്ച് പോലും നമ്മുടെ നിലവിലുള്ള ഹൈവേയുടെ നിർമ്മാണ ശാസ്ത്രീയതയെക്കുറിച്ച് പോലും യൂത്ത് ലീഗ് സമരത്തിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങളെ കൃത്യമായ രൂപത്തിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇതിനെതിരെയാണ് ഞങ്ങൾ തുടർ സമരം ഉണ്ടാവും. ഇത് തുടക്കം മാത്രമാണ്. നന്ദി മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള ഞങ്ങളുടെ ഹൈവേ എങ്കിലും താൽക്കാലികപരമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഫോർകാസ്റ്റിംഗ് ഇല്ലാതെ ഇതിനെക്കുറിച്ചുള്ള മഴക്കാല വരവിനെ കുറിച്ചിട്ടുള്ള ഒരു മുൻധാരണകളില്ലാത്ത ഒരു സമീപനമാണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് തിരുത്തുന്നതുവരെ മുസ്ലിം യൂത്ത് ലീഗ് സമരമുഖത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇത് തുടക്കം മാത്രമാണ്. ഈ സമരം ഒന്നുകിൽ ദേശീയപാത വേഗത്തിലാക്കുക, അതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായുള്ള ചെങ്കോട്ട് മുതൽ നന്ദി വരെയുള്ള റോഡുകൾ, അതും അതോടൊപ്പം സർവീസ് റോഡുകളും എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സമരം മുന്നോട്ട് പോവുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട പാതയാണ്, ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ അത് തടയുന്നത് കുറെ സമയം പോലീസ് എന്തായാലും നോക്കി നിൽക്കില്ല. പോലീസ് അറസ്റ്റിലേക്ക് പോകും. എന്നാലും പോലീസും സമരക്കാരും തമ്മിലൊരു തർക്കത്തിലേക്ക് പോവുകയാണ്. റോഡ് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് എടുക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ വടകര ഭാഗത്തെ റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗുകാർ നടത്തുന്ന സമരം, ആ സമരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് സമരം ചെയ്ത പ്രവർത്തകരെ.